गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मा तस्मै श्री गुरुवे नमः। तस्मै श्री गुरुवे नमः। तस्मै श्री गुरुवे नमः। ഗുരു ദേവനാണ്, ഗുരു പരമേശ്വരനാണ്, ഗുരു ബ്രഹ്മാവാണ് എന്നല്ല, ഗുരു സാക്ഷാൽ പരമാത്മാവാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ അധ്യാപകരായ നമ്മുടെ മാതാപിതാക്കളെയും ആദ്യാക്ഷരം നാവിലിറ്റിച്ചു തന്ന ഗുരുനാഥന്മാരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ്? അതിനല്ലേ സർപ്രൈസ് എന്ന് പറയുന്നത്. പ്രൊജക്ടർ ഓൺ. മിസ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല മിസ്. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. സ്നേഹമുള്ള എൻ്റെ ടീച്ചർ, എന്നെ ഏറെ സ്വാധീനിച്ച ടീച്ചർ, ഡെഡിക്കേറ്റഡ് ആണ് എൻ്റെ ടീച്ചർ. എൻ്റെ ജീവിതത്തിലെ വഴിവിളക്കാണ് എൻ്റെ ടീച്ചർ. ഏറ്റവും കൂടുതൽ വഴക്കിട്ടിട്ടുള്ള എനിക്കാണ്, പക്ഷേ എല്ലാ ടീച്ചർമാർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. പണ്ടു നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ. തടസ്സങ്ങളിൽ നിന്നും അതിജീവിക്കാനും ഉയരങ്ങളിൽ പറക്കാനും പഠിപ്പിച്ച നമ്മുടെ ടീച്ചേഴ്സിന് 1000 നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കുന്നതിന് അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മുടെ അമ്മയായിരിക്കും. പക്ഷേ നമ്മൾ സ്കൂളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ അമ്മയെ മിസ് ചെയ്യില്ല. കാരണം ഇവിടുത്തെ ടീച്ചേഴ്സാണ് നമ്മുടെ അമ്മ. എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ് ടീച്ചേഴ്സ്. ഒന്നിനും തളരരുത് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. ഞങ്ങളുടെ മോട്ടിവേഷൻസ് ആണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. സ്കൂളിൽ വെച്ച് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഓടി ചെല്ലുന്നത് ടീച്ചർമാരുടെ അടുത്തായിരിക്കും. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇവരെ എല്ലാവരെയും മിസ് ചെയ്യും. തേൻ കിളിയേ നീരൻ ചിരിതൻ മഴയിൽ പാട്. തേൻ കിളിയേ നീ മെല്ലെ മഴവിൽ
നിറവും ചൂട് നല്ലൊരു കാലം വന്നേ നീ കുഞ്ഞു കിനാക്കൾ തേട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തെറ്റിൽ നിന്ന് ശരിയിലേക്ക്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നയിക്കുന്നവരാണ് ഞങ്ങളുടെ അധ്യാപകർ. ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്നത് മുതൽ എന്നെ മോൾഡ് ചെയ്ത എൻ്റെ ടീച്ചേഴ്സ്, എനിക്ക് സപ്പോർട്ടും കരുത്തുമായി നിന്ന എല്ലാ ടീച്ചേഴ്സിനും, റിട്ടയർ ആവുന്ന നമ്മുടെ സ്വന്തം ടീച്ചേഴ്സിന് 1000 ആശംസകൾ. മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ, മാതാപിതാക്കൾ കഴിഞ്ഞ അധ്യാപകരാണ് വരുന്നത്. നമ്മെ നേർവഴിക്ക് നയിക്കുകയും സ്നേഹിക്കുകയും നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് അധ്യാപകർ. ഇന്ന് സെൻറ് മേരീസ് HSS പട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം അധ്യാപകർ അവരുടെ വിശ്രമ ജീവിതം നയിക്കാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും കരുത്തായി കാവലായി നിന്ന എൻ്റെ ടീച്ചേഴ്സിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ ഈ വിദ്യാലയത്തിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ എനിക്ക് എല്ലാത്തിനോടൊരു ഭയവും താല്പര്യക്കുറവും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും എല്ലാം എന്നെ മാറ്റി എനിക്ക് കോൺഫിഡൻസ് തരുന്നതിൽ അധ്യാപകർ വളരെയേറെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ നിന്ന് റിട്ടയർ ആവുന്ന ടീച്ചേഴ്സിനും നോൺ ടീച്ചേഴ്സ് സ്റ്റാഫിനും എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. കാലമായി ഇവരെ നമ്മൾ കാണുകയും സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവർ പോകുമ്പോഴും നമുക്കതൊരു വിഷമമാണ്. ദരരേ ദരരേ രാരേ രാരേ ദരരേ ദരരേ രാരേ തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞോ. നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ. തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ. ഈശ്വരനും ഗുരുവും എൻ്റെ മുമ്പിൽ വന്നാൽ ഞാൻ ആദ്യം ഗുരുവിനെ നമസ്കരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈശ്വരനെ കാണാനുള്ള ശക്തി എനിക്ക് പ്രദാനം ചെയ്തത് ഗുരുവാണ് എന്ന് ഭക്തകവി തുളസീദാസ് പറഞ്ഞതുപോലെ പുസ്തകത്താളുകൾക്കപ്പുറത്തെ ലോകത്തിന് ആവശ്യമായ നന്മയും മൂല്യങ്ങളും പഠിപ്പിച്ച് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ കൈപിടിച്ചുയർത്തിയ നമ്മുടെ പ്രിയ അധ്യാപകരും അനധ്യാപകരും വിദ്യാലയ ജീവിതത്തോട് അധ്യാപനചര്യയോട് വിട പറയാനൊരുങ്ങുമ്പോൾ പ്രിയ അധ്യാപകരുടെ അർപ്പണ മനോഭാവത്തെയും സഹിഷ്ണുതയെയും നമുക്ക് ആദരിക്കാം. പരിവർത്തനം എന്നതാണ് അധ്യാപനം. വിദ്യാർത്ഥിയിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ, രാഷ്ട്രത്തിൽ, ലോകത്തിൽ പരിവർത്തനം നടത്തുന്നവരാണ് അധ്യാപകർ. ഇവിടെ
നമ്മുടെ പ്രിയ അധ്യാപകരുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന് സമയമായിരിക്കുന്നു. പരിവർത്തനങ്ങൾ നമ്മുടെ അധ്യാപകരെ കൂടുതൽ പ്രവർത്തനനിരതരാക്കട്ടെ, സന്തോഷഭരിതരാക്കട്ടെ, ശക്തരാക്കട്ടെ. ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. സെൻറ്റ് മേരീസ് കുടുംബം സർവമംഗളങ്ങളും ആശംസിക്കുന്നു.